നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ചലഞ്ച് ചെയ്യാൻ ഇഷ്ടമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചലഞ്ച് ചെയ്യുക എന്നുള്ളത്. ചലഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ റിവെഞ്ച് എന്നല്ല മീനിങ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പ്രഷർ ചെയ്ത് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. നമ്മളൊരു അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് നമ്മൾ SWOT എന്ന് പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ച്. ഇതിനകത്തുള്ള ചലഞ്ചിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാനുള്ള 3 ടിപ്പുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഏത് ചലഞ്ചാണോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ചലഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളത് എന്ത് പ്രോബ്ലം വന്നാലും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ദ ചലഞ്ചാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ ഒരിക്കലും നമ്മൾ നോക്കരുത്. ചിലപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ചെയ്യുക, ചലഞ്ചസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന എഫേർട്ട് നമ്മൾ ഇടുക. അതാണ് സെക്കൻഡ് ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ആ ചലഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ ആരോടും ഒപ്പീനിയൻ അന്വേഷിക്കരുത്. ചില ആളുകൾക്കത് ക്രിട്ടിസൈസുമായിട്ട് മാറും. അതുകൊണ്ട് ഒപ്പീനിയൻസ് ഒരിക്കലും നമ്മൾ സീക്ക് ചെയ്യാനായിട്ട് നോക്കരുത്. ഇങ്ങനെ നിങ്ങൾ ഈ 3 ടിപ്പ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ചലഞ്ചുകളെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞാനും ഇപ്പോൾ ചെയ്യുന്നതും ചലഞ്ച് തന്നെയാണ്. എന്നെക്കൊണ്ട് ഈ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് എല്ലാവരെ കൊണ്ടും ഈ ചലഞ്ചുകൾ ചെയ്യാനായിട്ട് പറ്റും.